രാജസ്ഥാനിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നലെ പുറത്തു വന്നിരുന്നു. ജൂൺ 9 വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ പടുകൂറ്റൻ ജയമാണ് BJPക്ക് രാജസ്ഥാനിൽ ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 36 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ 28 BJP നേടി. 4 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിപ്പോയി. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേവലം 15 സീറ്റ് മാത്രമായിരുന്നു BJPക്ക് ലഭിച്ചതെങ്കിൽ ഇപ്പോൾ ഒരു പടുകൂറ്റൻ ജയം, 36 28 നേടിക്കൊണ്ടൊരു വലിയ ജയം. ഇവിടെ എടുത്തു പറയേണ്ടത് ദോത്താസാര എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കോട്ടയിൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ, അതായത് ഗോവിന്ദ് സിംഗ് ദോത്താരയ എന്ന് പറയുന്ന വ്യക്തിയാണ് കോൺഗ്രസിന്റെ രാജസ്ഥാൻ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെട്ടു പോയി. ജില്ലാ പരിഷത്തിൽ 5 സീറ്റും BJP നേടിയിരിക്കുന്നു. പഞ്ചായത്ത് സമിതിയിൽ 18 12 സീറ്റും നേടിയിരിക്കുന്നു. നഗരപാലികയുടെ 12 10 സീറ്റും. അതായത് അക്ഷരാർത്ഥത്തിൽ ഒരു സുനാമി എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ BJPക്ക് വലിയ മുന്നേറ്റം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സർവേകളും വന്നിരുന്നു. ആ സർവേകളിലെല്ലാം തന്നെ 88% പേരും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പിന്തുണയ്ക്കുകയും നരേന്ദ്രമോദി ചെയ്തതെല്ലാം ശരിയാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നൊരു ജനവും. ആ ഒരു സർവേ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നത്. തൂത്തുവാരി ജയിച്ചു, ഇല്ലെങ്കിൽ BJPയുടെ ഒരു വലിയ സുനാമി എന്ന് തന്നെ പറയേണ്ടി വരും രാജസ്ഥാൻ. നമുക്കറിയാം, രാജസ്ഥാൻ BJPയും കോൺഗ്രസും കട്ടയ്ക്ക് ഇഞ്ചോടിഞ്ച് പോരാടുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്താണ് BJPയുടെ ഒരു വലിയ വിജയം. കഴിഞ്ഞ തവണ 15 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയ BJP ആണ് ഇപ്പോൾ 28 സീറ്റിലേക്ക് വലിയ കുതിപ്പ് നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് 4 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി. ഭരണമുണ്ടായിരുന്ന കോൺഗ്രസ് ആണ്. ഒപ്പം തന്നെ അവർക്ക് എല്ലാ മേഖലയിലും ജില്ലാ പരിഷത്തിലൊക്കെ 6ൽ 5 സീറ്റും BJP ആണ് നേടി. 1 സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നേടാൻ ആയത്. പഞ്ചായത്ത് സമിതിയിലേക്ക് വരുമ്പോൾ അത് 18ൽ 12 BJP നേടിയിരിക്കുന്നു. നഗരപാലികയിലേക്ക് വരുമ്പോൾ 12ൽ 10 ഉയരുന്നു. ഏതായാലും വലിയ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്.